nothing. Just a few fish and some bread. Bring them. സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ സഭയോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും മാനവകുലത്തോടും ഒരുപോലെ പ്രതിബദ്ധത പുലർത്തി ജാതി മത ഭേദമന്യേ തൻ്റെ ശുശ്രൂഷകൾ ലഭ്യമാക്കുന്നതിൽ ഉത്സുകനായ മലങ്കര കത്തോലിക്ക സഭയുടെ ഗുഡ്ഗാവ് രൂപതാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജേക്കബ് മാർ ബർണബാസ് തിരുമേനിയാണ് ഇന്ന് നമ്മോട് മനസ്സ് തുറക്കുന്നത്. അഭിവന്യ പിതാവിന് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. പിതാവെ, അങ്ങ് 23 സംസ്ഥാനങ്ങളടങ്ങുന്ന ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ മിഷൻ രൂപതയുടെ ഇടയനാണല്ലോ. പിതാവിൻ്റെ ശുശ്രൂഷകളുടെ തുടക്കം എവിടെ, എങ്ങനെ ആയിരുന്നു ഒന്ന് പങ്കുവെക്കാമോ? 2007 ബെനഡിക്ട് 16 മാർപ്പാപ്പ നമ്മുടെ രൂപതകളുടെ അതിർത്തിക്ക് പുറത്തുള്ള മലങ്കര മക്കളുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി എന്നെ നിയമിക്കുന്നതിലൂടെയാണ് എൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷ ഡൽഹിയിൽ ആരംഭിക്കുക. രൂപതകളുടെ അതിർത്തിക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ കേരളവും മാർത്താണ്ഡം രൂപത, കന്യാകുമാരി ഡിസ്ട്രിക്റ്റും പുത്തൂർ രൂപതയും ഒഴിച്ചുള്ള ബാക്കി പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന, ഭാരതം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് ഞാൻ കടന്നു വരിക. ദൈവത്തിൻ്റെ പരിപാലനയിൽ ഇപ്പോൾ അത് ഗുഡ്ഗാവ് രൂപതയെന്നും കടുക്കി രൂപതയെന്നും 2 രൂപതകളായിട്ട് മാറിയിട്ടുണ്ട്. ഈ വലിയ ശുശ്രൂഷയിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. ബാഹ്യ കേരള മലങ്കര കത്തോലിക്ക സഭാമക്കളുടെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായി 2007 പിതാവിനെ പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ നിയമിച്ചതിനെ തുടർന്നാണ് വന്യപിതാവിൻ്റെ ശുശ്രൂഷകൾ ഡൽഹിയിൽ ഈ തലസ്ഥാന നഗരിയിൽ തുടക്കം കുറിക്കുന്നത് എന്ന് പിതാവ് പങ്കുവച്ചല്ലോ. 2010 പ്രചോദന സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന ഒരു NGO രജിസ്റ്റർ ചെയ്ത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിനും ഏറെ മുൻപേ ഫുഡ് ഫോർ ഹംഗ്രി, വിശക്കുന്നതിന് ഭക്ഷണം എന്ന ഒരു പദ്ധതിക്ക് പിതാവ് രൂപം നൽകിയിരുന്നു. അപ്പം അങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ
അതിൻ്റെ പിന്നിലെ പ്രേരക ഘടകം എന്തായിരുന്നു? ഈ 23 സ്റ്റേറ്റിലും നാം എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സന്തോഷം അറിയിക്കുക എന്നുള്ളതാണ് സഭയുടെ പരമപ്രധാനമായ ദൗത്യം. ദ ജോയ് ഓഫ് ദ ഗോസ്പൽ 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായ വിധത്തിൽ ഇതൊരു ചാക്രിക ലേഖനമായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ സന്തോഷം എല്ലായിടത്തും എത്തിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡൽഹിയിലെ തലസ്ഥാന നഗരിയിലുള്ള നമ്മുടെ സാന്നിധ്യം കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് എപ്രകാരം സാധിക്കും എന്നുള്ള ഒരു നീണ്ട പരിശ്രമത്തിൻ്റെയും പര്യാലോചനയുടെയും ഒക്കെ ഫലമായിട്ടാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ആരംഭിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ അനിലിൻ്റെ നേതൃത്വത്തിലൊരു പഠനം തന്നെ നടത്തി. എന്താണ് ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും നാം ക്രമീകരിച്ചിട്ടുള്ളത്. അതിലാദ്യമായി നമ്മൾ കണ്ട ഒരു പ്രധാന പ്രശ്നമാണ് വീടില്ലാതെ നിരാശ്രയരായി നിരാലംബരായി ഡൽഹിയിലെ പാതയോരങ്ങളിൽ പാലങ്ങളുടെ അടിയിൽ പാർക്കുകളിലൊക്കെ ആയിട്ട് കഴിയുന്ന ആരുമില്ലാത്തവരായ മനുഷ്യർ, ഡിസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അവർക്ക് ഭക്ഷണം ഇല്ല എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു. അതിൽ നിന്നാണ് നമ്മുടെ ഈ ഫുഡ് ഫോർ ഹംഗ്രി പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എല്ലാ ദിവസവും കിട്ടണം എന്നുള്ള വിചാരത്തോടുകൂടി നമ്മൾ ആരംഭിച്ച പദ്ധതിയാണ് ഫുഡ് ഫോർ ഹംഗ്രി പ്രോഗ്രാം. നമ്മുടെ ഈ ഫുഡ് ഫോർ ഹംഗ്രി പ്രോഗ്രാമിൽ നമ്മുടെ സഭാമക്കളോടൊപ്പം ജാതി മത ഭേദമന്യേ നൂറുകണക്കിന് വ്യക്തികളും കുടുംബങ്ങളും ചെറിയ സ്ഥാപനങ്ങളുമൊക്കെ ഉൾച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാകുന്നു, സഹകാരികളാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ച് ഒന്ന് പിതാവിന് വ്യക്തമാക്കാമോ? ഇവിടെ 2007 വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശുശ്രൂഷ എങ്ങനെ ആളുകൾക്ക് സംലഭ്യമാക്കാം, ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ശുശ്രൂഷയിൽ എങ്ങനെ വ്യാപരിക്കാം, അതേസമയം നമുക്ക് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എന്ത് ശുശ്രൂഷ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്ത. ആ വിധത്തിലാണ് നമ്മൾ ഈ ഫുഡ് ഫോർ ഹംഗ്രി പ്രോഗ്രാം കണ്ടുപിടിച്ചതും അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു. മറ്റു പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു, അത് ക്രമേണയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ 2010 മെയ് 1 നമ്മളുടെ അരമനയിൽ നമ്മുടെ കിച്ചണിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി പ്രാർത്ഥിച്ച് ആരംഭിച്ചതാണ് ഔദ്യോഗികമായി. അതിന് മുമ്പ് തന്നെ നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയിരുന്നു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നതിനപ്പുറമായി പാവപ്പെട്ട മനുഷ്യർക്ക് നമ്മുടെ ആളുകളിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ച് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ജനങ്ങളുടെ പ്രോഗ്രാം. ആദ്യ സമയങ്ങളിൽ കുറെ ആളുകളെ ഉണ്ടായി. ഇപ്പോൾ അതൊരു ഓർഗനൈസ്ഡ് പ്രോഗ്രാം, ഡൽഹിയിലെ സഹൃദയരായ ആളുകളുടെ ഒരു പ്രോഗ്രാമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. മാസത്തിലെ 1 ഒരു പ്രദേശത്തുനിന്ന് എല്ലാവർക്കും അറിയാം, അവിടെയുള്ള കോർഡിനേറ്ററെ അറിയിക്കും. അവിടെ നിന്നുള്ള എല്ലാ ജാതി മതസ്ഥരായ ആളുകളും നമ്മുടെ സ്വഭാവങ്ങളില്ലാത്ത മറ്റാളുകളെല്ലാം എല്ലാ സഭയിലും പെട്ടവരും ഒക്കെ ഇതിനകത്ത് ഉൾച്ചേരുന്നു. സ്കൂളുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, കമ്പനികളുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മളിത് ചെയ്യുക. യഥാർത്ഥത്തിൽ ഉള്ളവരിൽ നിന്ന് അത് സ്വീകരിച്ച് ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മീഡിയേറ്റേഴ്സ്, ഇടനിലക്കാരായിട്ട് മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുക. നമ്മളുടെ സിസ്റ്ററും ചെറുപ്പക്കാരനായ ഡ്രൈവറും ഒന്നിച്ച് പോയി ഈ ഭക്ഷണം കളക്ട് ചെയ്ത് ഈ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ശുശ്രൂഷ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതൊരു ജനങ്ങളുടെ പ്രോഗ്രാമായിട്ട് ഡൽഹിയിൽ മാറിയിട്ടുണ്ട്. എല്ലാവർക്കും പ്രചോദനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. തുടക്കം ഫുഡ് ഫോർ ഹംഗ്രി
പദ്ധതി ആയിരുന്നെങ്കിലും പിന്നീട് അത് വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് വഴിയൊരുക്കി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ രൂപത നേതൃത്വം നൽകുന്ന, പ്രചോദനയിലൂടെ നേതൃത്വം നൽകുന്ന സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ ഏവയെല്ലാം? ഞാൻ പറഞ്ഞു, അനിൽ കെ ജോയി എന്ന് പറയുന്ന നമ്മളുടെ ഒരു ശുശ്രൂഷകൻ ഇവിടെ ഡൽഹിയിലേക്ക് കടന്നു വന്ന് നമ്മൾ 5-6 മാസത്തോളം ഒരു സർവേ പോലെ നടത്തിയതായി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഗവൺമെന്റിന്റെ റെക്കോർഡ് അനുസരിച്ച് തന്നെ 1,00,000-ലധികം ആളുകൾ ഈ നിരത്തിൽ താമസമുണ്ട്, സ്ട്രീറ്റിൽ താമസമുണ്ട്. അങ്ങനെയാണ് ഫുഡ് ഫോർ ഹംഗ്രി പ്രോഗ്രാമിലേക്ക് വരിക തീരുമാനിച്ചത്. അതേസമയം തന്നെ അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അനേകം ആളുകൾ വഴി നിരത്തിൽ ഇങ്ങനെ ആരും നോക്കാനില്ലാതെ മരിച്ചു കിടക്കുന്നതായിട്ട് നമ്മൾ കാണും. അതോടൊപ്പം തന്നെ സ്ലമ്മില് കുട്ടികൾ സ്കൂളിൽ പോകാതെ കഴിയുന്നതായിട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്ന് മനസ്സിലാക്കിയതാണ് ക്രമേണയായിട്ട് ഓരോ പ്രോഗ്രാമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. ആദ്യം ഫുഡ് ഫോർ ഹംഗ്രി പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വഴിയിൽ ആരെങ്കിലും തീരെ അവശരായിട്ടോ രോഗികളായിട്ടോ മരിക്കാറായവരായിട്ടോ കാണുകയാണെങ്കിൽ നമ്മളുടെ ആയാനഗറിലെ നമ്മുടെ കുറ്റിക്കലച്ചൻ്റെ ആശ്രമത്തിലോ അല്ലെങ്കിൽ ഛത്തർപൂരിലെ ആൻസിയുടെ ശാന്തിനികേതൻ ആശ്രമത്തിലോ ഒക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ക്രമേണയായിട്ട് നമ്മൾ ശാന്തി ആശ്രമം തുടങ്ങി. പിന്നീട് നമ്മൾ മാനസരോവർ പാർക്കിൽ സ്ലമ്മിൽ നമ്മുടെ സ്കൂൾ ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആവശ്യമാണ്. ഈ വാണ്ടറിങ് ലേബറേഴ്സ്, ഇങ്ങനെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്കായിട്ട് കടന്നു പോകുന്ന ആളുകളുടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴും, അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഈ നേപ്സറായി കേന്ദ്രമാക്കി നമ്മുടെ കത്തീഡ്രലിൻ്റെ അടിയിലെ ഹോളിൽ നമ്മൾ അങ്ങനെ ഒരു നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തുടങ്ങി. അങ്ങനെ ക്രമേണയായിട്ട് ഓരോ സ്ഥലത്തും നമ്മൾ കടന്നു ചെല്ലുന്നതനുസരിച്ച് നമ്മൾ വിവിധ പ്രോഗ്രാമുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഉദാഹരണത്തിന് അഗർത്തല ത്രിപുരയിൽ നമ്മൾ ചെറുപ്പക്കാർക്ക് വേണ്ടി നമ്മൾ പറയുന്ന സോക്കോൾഡ് ആശാരിപ്പണി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ നെയ്ത്ത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി അവിടെ ഉണ്ടാക്കി. ഹാൻഡ്ലൂം, അപ്പോൾ കൈത്തറി തൊഴിൽ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ബേക്കറി സെറ്റപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന പണികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ കുറേ പേർക്ക് ജോലി കൊടുക്കാനും അവരെ ചെയ്യാനൊക്കെ അങ്ങനെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നമ്മൾ ഓരോ സ്ഥലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ സുവിശേഷമായുള്ള കടന്നു ചെല്ലുന്ന മേഖലകളിൽ ആവശ്യമുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ വിവിധ പദ്ധതികൾ നമ്മുടെ പ്രചോദനയിലേക്ക് കടന്നു വന്ന് അല്ലെങ്കിൽ പ്രചോദന ഏറ്റെടുക്കാനിടയായത്. പിതാവ് സൂചിപ്പിച്ചാൽ നോൺ ഫോർമൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സെൻഡ് എ ചൈൽഡ് ടു സ്കൂൾ എന്നുള്ള പദ്ധതിയുണ്ട്. ഈ രണ്ട് പദ്ധതികളുമായിട്ടുള്ള വ്യത്യാസം എന്താണ് പിതാവേ? നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ പോകാത്തവർ, സ്കൂളിൽ പോകുന്നത് തന്നെ നല്ല വിധത്തിലുള്ള സ്കൂള് കിട്ടാത്തവർ, അങ്ങനെയുള്ളവരെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ മാനസരോവർ പാർക്കിൽ നമ്മൾ നടത്തുന്ന സ്ലമ്മിൽ തന്നെയുള്ള സ്കൂൾ. അപ്പോൾ ആ സ്ലമ്മിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരല്ല, അവർക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, അവരുടെ പേരൻസിനും താല്പര്യം. നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ നിർബന്ധിച്ച് നമ്മൾ കൊണ്ടുവന്ന് അവരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് പല്ല് തേക്കാനും മുഖം കഴുകാനും വരെയും പഠിപ്പിച്ച് ക്രമേണയായിട്ട് അവരെ ഇതിൽ ഇൻട്രസ്റ്റഡ് ആക്കി നമ്മൾ അവർക്ക് സ്നാക്സ് കൊടുക്കും, ഉച്ചഭക്ഷണം കൊടുക്കും, കളികൾ തുടങ്ങി അങ്ങനെ പതുക്കെ അവരെ അതിൽ പഠനത്തിൽ താല്പര്യമുള്ളവരാക്കിയിട്ട് അവർ പഠനം ക്രമീകരിച്ച് വളർന്നു വരുന്നതനുസരിച്ച്, പഠനത്തിൽ അവർ ഉയർന്നു വരുന്നതനുസരിച്ച് അടുത്തുള്ള സ്റ്റേറ്റ് സ്കൂളിൽ നമ്മൾ അവരെ ചേർത്ത് അവിടെ ഭാഗമാക്കി അവരുടെ പഠനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മളുടെ ആൺകുട്ടികൾ സ്കൂളിൽ പോകും,
പെൺകുട്ടികൾ നമ്മളവിടെ വന്നിരുന്ന് പഠിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പെൺകുട്ടികൾ സ്കൂളിൽ പോകും, ആൺകുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഹോംവർക്കൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരാനാണ് ശ്രമിക്കുക. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ എത്തുന്നത് വരെ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനും അവരെ അക്കമ്പനി ചെയ്യാനുമാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നെപ്സറായി നടത്തുന്നവരുടെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളുടെ കുട്ടികളെല്ലാം സ്ഥിരമായിരിക്കണം എന്നില്ല. വാണ്ടറിംഗ് ലൈബ്രറി ഇങ്ങനെ യാതൊരു ദേശത്തെ പണി കഴിയുമ്പോൾ അടുത്ത ദേശത്തേക്ക് പോകുന്ന പേരൻസ് ആയതുകൊണ്ട് ഒരു സ്ഥിരത കുറെ കുട്ടികളുടെ കാര്യത്തിൽ കിട്ടില്ല. മറ്റ് ഈ സ്ലമ്മിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള കുട്ടികൾക്ക് മറ്റ് മാനസരോവർ പാർക്കിലെ പോലെ തന്നെ നമ്മൾ ട്യൂഷൻ കൊടുത്തും ഒക്കെ അവരെ കൂടുതൽ ശക്തിപ്പെടുത്തി പഠനത്തിൽ താല്പര്യമുള്ളവരാക്കി എടുക്കുന്നു. മറ്റ് ഈ യാത്രയിലായിരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും എങ്കിലും പഠിപ്പിക്കുന്നു. ആ രീതിയിലാണ് പോകും. നമ്മൾ മിഷനിലേക്ക് ചെല്ലുമ്പോൾ മിഷനിൽ നമ്മൾ കാണുന്ന പ്രത്യേകത അല്ലെങ്കിൽ നമ്മളുടെ ഈ സുവിശേഷത്തിന്റെ ഈ വലിയ സന്ദേശവുമായി നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും റിമോട്ടായിട്ടുള്ള വില്ലേജുകളിലൊക്കെ നമ്മൾ പോവുക. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡെവലപ്മെന്റ് ഒട്ടും കടന്നു ചെന്നിട്ടില്ലാത്ത, പരിഷ്കാരം ഒട്ടും കടന്നു ചെന്നിട്ടില്ലാത്ത വില്ലേജുകളിലൊക്കെ ആവട്ടെ നമ്മുടെ പ്രസൻസ്. അങ്ങനെയുള്ളത് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊരു നിവൃത്തിയില്ല, സ്കൂളുകൾ ദൂരെയാണ്, ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ അവർക്ക് നിവൃത്തിയില്ല, കാരണം പൈസയില്ല. അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് നമ്മൾ സെൻഡ് എ ചൈൽഡ് ടു സ്കൂൾ എന്നുള്ള ഒരു പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. അതിലൂടെ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ വണ്ടി അറേഞ്ച് ചെയ്ത് സ്കൂളിൽ എത്തിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബോർഡിങ്ങിലോ ഹോസ്റ്റലിലോ നമ്മൾ നിർത്തി അവരെ പഠിപ്പിക്കുക. അതിൻ്റെ എല്ലാം ചെലവ് നമ്മൾ വഹിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ അങ്ങനെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 1000 രൂപ നമുക്കൊരു മാസം തരുമെങ്കിൽ അവരുടെ നാമത്തിനൊരു കുട്ടിയെ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 1000 രൂപ തീർച്ചയായിട്ടും വളരെ മിനിമം എമൗണ്ട് ആണെങ്കിലും നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും അതിലൊരു താല്പര്യം വരാനും അതിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കാനും വേണ്ടിയാണ് നമ്മൾ പ്രകാരം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലാണ് ഒറീസയിലെ നമ്മളുടെ മിഷനിൽ നമ്മൾ ഒരു സ്കൂളും ഒരു ബോർഡിങ്ങും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു നിവൃത്തിയില്ല, സ്കൂളുകൾ തന്നെയും ഒത്തിരി ദൂരെയും ഹോസ്റ്റലുകളും ഇല്ലാത്ത സ്ഥിതി കണ്ടപ്പോൾ അവിടെ നമ്മൾ നമ്മളുടെ ബെനിഫാക്ടേഴ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് എസ്പെഷ്യലി നമ്മളുടെ സൺഷൈൻ എന്ന് പറയുന്ന ഫെറൈനോട് അല്ലെങ്കിൽ ആ ട്രസ്റ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഗബ്രിയേലിൻ്റെയും ഡാനിയലുടെ ഒരു പ്രത്യേക താല്പര്യത്തിൽ നമ്മളൊരു സ്കൂള് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ബോർഡിംഗ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്നതിനോ ബോർഡിങ്ങിൽ താമസിച്ച് പഠിക്കുന്നതിനോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ഈ സെൻഡ് എ ചൈൽഡ് ടു സ്കൂൾ പ്രോഗ്രാമിലൂടെ നമ്മളത് കണ്ടെത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയിലുള്ളവർ മാത്രമാണ്, നമ്മൾ കണ്ടുമുട്ടുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം. പിതാവ് സൂചിപ്പിച്ച വിവിധ പദ്ധതികളിലൊന്ന് ശാന്തി ആശ്രം, അശരണർക്കും ആലംബഹീനർക്കുമായിട്ടുള്ള ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം എന്ന പേരിൽ തുടക്കം കുറിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന രീതി, അതിനുള്ളൊരു സാഹചര്യം ഒക്കെ എങ്ങനെയായിരുന്നു? നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ സർവേയിൽ അനേകം ആളുകൾ വഴിനിരത്തിൽ മരിക്കുന്നുണ്ട്. ചിലപ്പോൾ പുഴുവരിക്കുന്ന വിധത്തിലൊക്കെ ആയിട്ടും തീരെ നിവൃത്തിയില്ലാത്തവരായിട്ടും ഒക്കെ ഉണ്ട്, മാനസിക രോഗികളുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായി. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണവുമായിട്ട് പോകുമ്പോൾ നമ്മുടെ ഭക്ഷണ വണ്ടിയിൽ വെള്ളമുണ്ട്, മരുന്നുണ്ട്, ഡ്രസ്സുണ്ട്, ഭക്ഷണമുണ്ട്. അപ്പം മാനസിക രോഗികളൊക്കെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരും വഴിയെവിടെയും ഒക്കെ ആയിട്ട് കിടക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ നിർത്തി അവ നോക്കിയിട്ട് അവരുടെ ഡ്രസ്സ് നോക്കും, അവരുടെ ദേഹത്തൊക്കെ മുറിവുകളിലോ ഉണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെ ഒരു ശുശ്രൂഷയാണ്. നമ്മൾ വെറുതെ ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, ഈ ജനങ്ങളെ നോക്കിക്കൊണ്ടുള്ളൊരു ശുശ്രൂഷയാണ്. അപ്പം അങ്ങനെയുള്ള ശുശ്രൂഷയുടെ അടുത്ത ഘട്ടമായിട്ടാണ് യഥാർത്ഥ ശാന്തിയാശ്രമം വന്നിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ അനിലിൻ്റെ കൂടെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാനായിട്ട്
കാശ്മീർ ഗേറ്റ് ഏരിയയിൽ ചെന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു അവിടെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് കിടപ്പുണ്ട്. സാധാരണ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കെയറിന് പോവുക, അപ്പോൾ അവിടേക്ക് നോക്കാനായിട്ട് പോവുക. പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ഞാനും എന്തെങ്കിലും കൂടി ഈ തീരെ അവശനായിട്ട് കിടക്കുന്നു പറഞ്ഞ രോഗിയുടെ അടുത്ത് വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹം ഏതാനും മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്, ശരീരമൊക്കെ തണുത്തോടെ. ഞങ്ങളാണ് പിന്നെ പോലീസിൽ അറിയിച്ച് ആ ബോഡി അവിടെ നിന്ന് എടുക്കാനൊക്കെ വേണ്ട ക്രമീകരണം ചെയ്തു. അപ്പോൾ വഴിയരികിൽ ധാരാളം ആളുകൾ ഈ പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ ഒക്കെ പ്രതികൂല കാലാവസ്ഥയുടെ പ്രത്യേകതയിൽ മരിക്കുന്നുണ്ട്, പുഴുവരിക്കുന്ന രീതി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ശാന്തി ആശ്രമം തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കുറ്റിക്കലച്ചൻ്റെ ആശ്രമവും ആൻസിയുടെ ശാന്തി നികേതനും ഒക്കെ നമ്മൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആൻസിയൊക്കെ ഞാൻ വളരെ എനിക്ക് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ വളരെ ഔദാര്യപൂർവ്വം പിതാവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് 24 മണിക്കൂറും എവിടെയെങ്കിലും ആരെങ്കിലും മരിക്കുന്നവരായിട്ടോ അവശരായിട്ടോ കണ്ടാൽ ചോദിക്കുക പോലും വേണ്ട, കൊണ്ടുവന്നോളാൻ പറഞ്ഞ് നമുക്ക് വലിയ ഔദാര്യത്തോടെ ശുശ്രൂഷയോട് ചേർന്ന് നിന്ന ആളാണ് ഈ ആൻസി എന്ന് പറയുന്നത്. എങ്കിൽ പോലും നമുക്ക് പിന്നീട് മനസ്സിലായി അവിടെയൊക്കെ സ്ഥല പരിമിതികളുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ശുശ്രൂഷയെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കൊണ്ടുചെല്ലാനുള്ള പരിമിതി കൊണ്ടൊക്കെയാണ് നമ്മൾ ശാന്തി ആശ്രമം എന്നുള്ള ഒരു ചെറിയ ഭവനം തുടങ്ങാനിടയായി. വഴിയിൽ കിടക്കുന്ന ഇപ്രകാരമുള്ള ആളുകൾക്ക് അവസാനത്തെ അവരുടെ സ്റ്റേജ് അല്ലെങ്കിൽ രോഗാവസ്ഥ അത് സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ ഭക്ഷണവും മരുന്നുമൊക്കെ ലഭിച്ച് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ജീവിതം അവസാനിക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ശാന്തി ആശ്രമം തുടങ്ങിയിരിക്കുന്നത്. ജസോളയിലെ നമ്മുടെ പള്ളിയോട് ചേർന്നുള്ള ഒരു ചെറിയ സ്ഥലത്താണ്. നമുക്ക് 10, 15, 20 പേരിൽ താഴെയുള്ള ഒരു ചെറിയ ഭവനമായിട്ട് മാത്രമേ നമുക്കിപ്പോൾ അതുള്ളൂ. അത് വിവരപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ക്രമേണ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോവുക. അവിടെ ഇതുവരെ ഈ നേരത്തെ സൂചിപ്പിച്ച അനിലിൻ്റെ ഭാര്യ ജിനയുമൊക്കെയാണ് അത് നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മളുടെ പുന്നവേലിൽ നിന്നുള്ള സിസ്റ്റേഴ്സ്, ഫെർവന്റ് ഡോട്ടേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് സിസ്റ്റേഴ്സ് വന്ന് ഈ ഭവനത്തിൻ്റെ ചുമതല നടത്തിപ്പ് ഏറ്റെടുത്ത് അങ്ങനെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2 ആഴ്ച മുമ്പ് നമുക്ക് പോലീസുകാരാണ് വഴിയിൽ നിന്ന് ഒരു സഹോദരനെ തീരെ അവശനായിട്ട് അവിടെ കൊണ്ടുവന്നത്. 2 ആഴ്ച കൂടുതൽ നമ്മളുടെ ഭവനത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചു. അങ്ങനെ ഈ ഒരു വലിയ ശുശ്രൂഷ വഴിയിൽ കിടക്കുന്ന ആളുകൾക്ക്, ആരുമില്ലാത്തവർക്കായിട്ട് മാത്രം തുടങ്ങിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ശാന്തി ആശ്രമത്തിൻ്റെ ശുശ്രൂഷ. നമ്മുടെ ആളുകൾ പലരും അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ ജാതിമത ഭേദമന്യേ സഭയൊന്നും നോക്കാതെ ശാന്തി ആശ്രമത്തോട് ശാന്തിയോടൊക്കെ ചേർന്ന് നിൽക്കൊണ്ട് അവരുടെ ബർത്ത്ഡേ, ജൂബിലി, ആനിവേഴ്സറികൾ, മരിച്ചവരുടെ ഓർമ്മയൊക്കെ വരുമ്പോൾ അവർ ഈ ശാന്തി ആശ്രമത്തിൽ വന്ന് ഈ പാവപ്പെട്ടവരോടുകൂടി ഭക്ഷണം കഴിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു ഔദാര്യപൂർവമായ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭവനം നടത്തിക്കൊണ്ട് പോകുന്നത്. പ്രചോദനയുടെ എംബ്ലത്തിൽ ആപ്തവാക്യമായി കാണുന്നത് എംപവറിംഗ് ലൈഫ്സ്, ബിൽഡിംഗ് ഹോപ്സ്, ജീവിതങ്ങളെ ശാക്തീകരിക്കുക, പ്രതീക്ഷകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്തവാക്യം തിരഞ്ഞെടുക്കാനുള്ള അതിൻ്റെ പിന്നിലെ ഒരു കാരണം ഞാൻ പറഞ്ഞു. നമുക്ക് 22 സംസ്ഥാനങ്ങൾ നമ്മുടെ ഈ രൂപതയുടെ അതിർത്തിയാണ്. നമ്മൾ സുവിശേഷത്തിൻ്റെ ദീപവുമായി കടന്നു ചെല്ലുന്ന മേഖലകൾ പലപ്പോഴും വളരെ പരിമിതമായ സാഹചര്യങ്ങളും ഒരു തരത്തിലും നമ്മൾ പറയുന്ന ഡെവലപ്മെൻറ്റ് കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളുമൊക്കെയാണ്. റോഡില്ലാത്ത, കറണ്ടില്ലാത്ത, വെള്ളമില്ലാത്ത, ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പോവുക. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ, രക്ഷയുടെ ഒരു വഴിയില്ലാതെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അഗർത്തല നമ്മളുടെ മിഷനുകളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് റൈഷ്യബാരി, ഇത് ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ്, അഗർത്തലയിൽ നിന്നൊരു 6-7 മണിക്കൂർ യാത്രയുണ്ട്. അവിടെയുള്ള പുതിയ മിഷനിൽ നിന്ന് എനിക്കവിടെ പോകാൻ സമയമില്ലാത്തതിനെ കാണാനായിട്ട് ഒരു വണ്ടിയിൽ ആളുകൾ വന്നു. എല്ലാം ചെറുപ്പക്കാരാണ്, 1-2 പേര് ഒഴിച്ച് ബാക്കിയെല്ലാം ചെറുപ്പക്കാരാണ്. അപ്പോൾ എൻ്റെ കൂടെ CNEWൻ്റെ പ്രസിഡൻറ്റും ഇവിടുത്തെ റീജിയണൽ പ്രസിഡൻറ്റ് ജോൺ കോസാർ എന്ന് പറയുന്ന മോൺസിഞ്ഞോറും
റീജിയണൽ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ അവരുടെ കോർഡിനേറ്റർ എന്ന് പറയുന്ന ML തോമസ് സാറും ഒക്കെ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ മിക്കവാറും പേരോട് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നതെല്ലാം ഡ്രോപ്പ് ഔട്ട്സാണ്. 7ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ, 11ൽ, 12ലെല്ലാം അധികം പേരും ഒരു 80% കുട്ടികൾ ചെറുപ്പക്കാരെല്ലാം ഡ്രോപ്പ് ഔട്ട്സാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർക്ക് സാമ്പത്തികം ബുദ്ധിമുട്ടുണ്ട്, സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുക? അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന ധാരണ, എൻ്റെ കൂടെയുള്ള ഈ വലിയ ആളുകൾ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം, ഒരു പ്രോഗ്രാം കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ ഒരു മറുപടിയില്ല. അപ്പോൾ ഞാൻ കരുതി ഞാൻ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടാണെന്ന് വിചാരിച്ച് ട്രാൻസ്ലേറ്ററോടൊന്നുകൂടെ പറഞ്ഞെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ചോദിച്ചിട്ടും അവർക്ക് ഒരു മറുപടിയില്ല. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് അവർക്കറിഞ്ഞുകൂടാ. അവർക്കൊരു സ്വപ്നമില്ല, അവർക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ സാഹചര്യങ്ങൾ അതാണ്. ആദ്യമായിട്ടാണ് ഈ 6-7 മണിക്കൂർ യാത്ര ചെയ്ത് ഈ ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ അവരെന്നെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെന്തിനെക്കുറിച്ച് ചിന്തിക്കാനാണ്? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുക, പ്രത്യാശ കൊടുക്കുക, അവർക്ക് സ്വപ്നങ്ങൾ നെയ്തു കൊടുക്കുക. അവർക്ക് സ്വപ്നങ്ങൾ തന്നെ ഉണ്ടാകില്ല, കാരണം അവർക്കൊരു നിവൃത്തിയില്ല. ആ നിസ്സഹായാവസ്ഥയിൽ പൊട്ടക്കിണറ്റി കിടക്കുന്ന പോലെ അവരവിടെ കിടക്കുന്നു. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, സന്ധ്യയാകുമ്പോൾ ഉറങ്ങുന്നു, കിട്ടുന്നത് കഴിക്കുന്നു, ഉണ്ടെങ്കിൽ കഴിക്കുന്നു. അതാണ് അവരുടെ ശൈലി. അതിൽ നിന്നും മാറി അവരെ വളർത്തുന്നതിന്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുന്നതിന്, അങ്ങനെയുള്ളവർക്ക് സ്വപ്നങ്ങൾ നെയ്തു കൊടുക്കുന്നതിന്, അവർക്ക് പ്രത്യാശ കൊടുക്കുന്നതിനൊക്കെ ആയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ പ്രചോദന എന്നുള്ള സോഷ്യൽ സർവീസിലൂടെ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മളുടെ ആ പ്രചോദനം എന്ന വാക്കിൽ തന്നെ ഉദ്ദേശിക്കുന്നതാണ് ഇങ്ങനെ പ്രചോദനമാകാനായിട്ട് നമുക്ക് കഴിയും. അപ്പം അങ്ങനെ ബിൽഡിംഗ് ഹോപ്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രത്യാശ കൊടുക്കുന്ന പദ്ധതികൾ എവിടെയൊക്കെ, അതാണ് സെൻറ്റ് ചൈൽഡ് സ്കൂള്, അല്ലെങ്കിൽ സ്ലമ്മിലെ കുട്ടികളുടെ സ്കൂള്, ഭക്ഷണം, ഇതെല്ലാം എല്ലാ പരിപാടികളും ആ വിധത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ജീവിതത്തിന് മുന്നോട്ട് പോകാൻ പ്രതീക്ഷ കൊടുക്കുക, പ്രത്യാശ കൊടുക്കുക എന്നുള്ള ഒരു വലിയ ആശയത്തോടു കൂടിയാണ് പ്രചോദന എപ്പോഴും മുമ്പോട്ട് പോവുക. അതനുസരിച്ചാണ് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി അവരെ ട്രേഡ് പഠിപ്പിക്കുക. നമ്മുടെ കുട്ടികളെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വിട്ട് നമ്മളുടെ കുളങ്ങരയച്ഛൻ്റെയൊക്കെ യൂണിറ്റി ഹൗസുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ ട്രേഡ് പഠിപ്പിക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർപ്പൻട്രിയിൽ നമ്മൾ പരിശീലനം കൊടുക്കുന്നു, അല്ലെങ്കിൽ വീവിങ്, ഈ ഹാൻഡ്ലൂമിൽ നമ്മൾ പരിശീലനം കൊടുക്കുന്നു. ഇപ്പോൾ ബേക്കറിയുടെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പിള്ളേരെ വിട്ടിട്ടുണ്ട്, താമസിയാതെ ബേക്കറി സെറ്റപ്പ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നു ഈ ഡ്രോപ്പ് ഔട്ട്സായിട്ട് പ്രതീക്ഷയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന കുട്ടികൾക്കും യുവജനങ്ങൾക്കും നമ്മളുടെ സഭയിലെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ആ പ്രകാശം ലഭിക്കുന്നതോടുകൂടി ജീവിതത്തിൽ പുതിയ പ്രത്യാശ കൊടുക്കുന്നതിന്, അവരെ എംപവർ ചെയ്യുന്നതിന്, വളർത്തുന്നതിന്, അവർക്ക് മുന്നോട്ട് പോകുന്നതിന്, സ്വപ്നങ്ങൾ നെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രചോദനം ശ്രമിക്കുക. അത് ശ്രമിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്രകാരം ഒരു തീം നമ്മളുടെ പ്രചോദനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ COVID-19 മഹാമാരിയുടെ കാലഘട്ടത്തിൽ പ്രചോദന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സേവനങ്ങൾ ഏറെ ശ്രേയസ്കരമായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ച് വിളംബരം ചെയ്ത നിരവധി സഹായഹസ്തങ്ങളിൽ ഒന്നും തന്നെ ലഭ്യമാകാതിരുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്ക് പ്രചോദനം മാത്രം ഒരു ആശ്രയമായി, ഏക ആശ്രയമായി മാറിയ ദിവസങ്ങൾ ഏറെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് പിതാവിൻ്റെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം നമുക്കറിയാം. എല്ലാവർക്കും വളരെ വേദനയും പ്രയാസവും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഭീകര അനുഭവമായിരുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മൾ 2010 മുതൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ജനങ്ങളോടൊപ്പം സ്ലമ്മിലും വഴിയിൽ ഭക്ഷണം കൊടുക്കുന്നവരായിട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായി.
നമ്മളത് നിർത്തിവെക്കുകയും ചെയ്തു. പക്ഷെ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആളുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടി, അവർക്ക് അവരുടെ ജീവിതം ബുദ്ധിമുട്ടാണ്. അപ്പോൾ തന്നെ നമ്മൾ ഡൽഹി ചീഫ് മിനിസ്റ്റർക്കും പോലീസ് കമ്മീഷണർക്കും ഞാൻ എഴുതി, നമ്മൾ ഈ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ശുശ്രൂഷയാണിത്, ഇപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മനുഷ്യരൊക്കെ പ്രയാസത്തിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഒന്നുകിൽ അവരെ ടേക്ക് കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെൻറ് എനിക്ക് അതിനുള്ള പെർമിഷൻ തരണം. പ്രചോദനയിലൂടെ ഞാൻ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ അവരെ സഹായിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് എഴുതുകയുണ്ടായി. അപ്പോൾ തന്നെ പോലീസ് കമ്മീഷണർ വിളിച്ച് ആ കാര്യം വളരെ മഹത്തരമാണ്, ചെയ്തോളാൻ പറഞ്ഞ് നമുക്ക് വോളണ്ടിയേഴ്സിനും വണ്ടിക്കുമുള്ള പാസുകൾ നൽകുകയുണ്ടായി. അതോടെയാണ് നമ്മുടെ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുന്നത്. അന്നു മുതൽ കോവിഡിൻ്റെ ശുശ്രൂഷകരായിട്ടാണ് ഞാൻ ഉൾപ്പെടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നമ്മുടെ വോളണ്ടിയേഴ്സും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ടീം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കാം, ആളുകളുടെ പക്ഷത്തു നിന്ന് അവരെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് പിന്നീടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത്. ഭക്ഷണം കൊടുക്കുന്നതായാലും കിറ്റ് കൊടുക്കുന്നതായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഗവൺമെൻറ് അത് മനസ്സിലാക്കി പിന്നീട് നമ്മളോട് ആവശ്യപ്പെട്ടു, അന്ധരായ 100-ലധികം ആളുകളുടെ ചുമതല ഏറ്റെടുക്കാൻ പറഞ്ഞു. നമ്മളത് ഏറ്റെടുത്തു. പിന്നീട് കാരിത്താസിൻ്റെയും ഒക്കെ പ്രത്യേക സഹകരണത്തോടെ മൈഗ്രൻസിൻ്റെ പ്രതിസന്ധികളിൽ അവരെ സഹായിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു. അങ്ങനെ വളരെ വിപുലമായ ഒരു ശുശ്രൂഷയിലേക്ക് ക്രമേണയായിട്ട് പ്രചോദനയ്ക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അനേകം ആളുകൾക്ക് നമുക്ക് സഹായം എത്തിക്കാനായിട്ട് സാധിച്ചു. കാരണം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പ്രോജക്ട്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പൊതുവായ സഹായങ്ങളെന്ന് പറയുന്നത് ഗവൺമെൻറ്റിലെ നമ്മളുടെ സാധാരണ നിയമപ്രകാരം ഐഡൻറ്റിറ്റി കാർഡുള്ളവർ, റേഷൻ കാർഡുള്ളവർ, ഇവർക്കാണ് അത് ലഭിക്കുക. പക്ഷേ ഈ സ്ലമ്മിൽ താമസിക്കുകയും ഈ വഴിയിൽ താമസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയൊരു ID കാർഡോ ആധാർ കാർഡോ റേഷൻ കാർഡോ ഒന്നും ഉള്ളവരല്ല. അപ്പോൾ അവർക്ക് ഇതിന് എലിജിബിൾ അല്ല, അവർക്കത് കിട്ടില്ല. ഇനിയും അത് കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് മറ്റൊരു പ്രോഗ്രാം അന്ന് പ്ലാൻ ചെയ്തു. ഇങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു പേര് കൊണ്ട് അവരുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് വലിയൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഓർത്തുകൊള്ളണം, ലോക്ക്ഡൗൺ ആണ്. ഒരു കമ്പ്യൂട്ടർ സെൻറ്ററോ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമോ ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ സൈറ്റിൽ കയറി അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന OTP നമ്പർ പ്രിൻ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി ആ സഹായം സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അങ്ങനെ വന്നപ്പോൾ പ്രചോദനയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ നമ്മുടെ പള്ളിയുടെ ചുറ്റുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വന്ന് കൂടാനും രാവിലെ മുതൽ രാത്രി വരെ ഇപ്പോഴും 100 കണക്കിന് ആൾ നമ്മുടെ പള്ളിയുടെ ചുറ്റും വന്ന് ഇരുന്ന് നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അവരെയൊക്കെ സഹായിക്കാനായിട്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കോവിഡ് കാലയളവിലെ ലോക്ക്ഡൗൺ സമയത്ത് മിക്കവാറും എല്ലാവരും തന്നെ സ്വന്തം ഭവനങ്ങളിൽ കഴിയുകയും പുറത്ത് ഇറങ്ങാൻ ഭയപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ള എല്ലാവരെയും ഭീതിജനകമായി പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരവസരത്തിൽ അഭിയന്യ പിതാവും നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നമ്മുടെ അൽമായ സഹോദരങ്ങളും അടങ്ങുന്ന ഒരു നല്ല സന്നദ്ധ സംഘം തന്നെ അവരുടെ സ്വന്തം ജീവൻ്റെ സുരക്ഷ വകവയ്ക്കാതെ ഈ മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്നതിനും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനും ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച അതിൻ്റെ പിന്നിലെ ഒരു ചേതോവികാരം എന്തായിരുന്നു? കോവിഡ്-19 പ്രതിസന്ധി വളരെ വ്യാപകമായിരുന്നു. ലോകം മുഴുവൻ അതിൻ്റെ മുന്നിൽ വിറച്ചു എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിന്ന സമയത്ത് നമ്മളിവിടെ നേരത്തെ തുടങ്ങിയിരുന്ന ആരാധന
രാവിലെ 7:30 മുതൽ വൈകിട്ട് 7:30 വരെയുള്ള ആരാധന നമ്മൾ തുടരാൻ തീരുമാനിച്ചു. നമ്മളിവിടെയുള്ള സെമിനാരിക്കാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ചുറ്റുമുള്ള നമ്മുടെ ആത്മായ സഹോദരങ്ങളും ചേർന്ന്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ. ആ പശ്ചാത്തലത്തിൽ ബൈബിളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോകാനായിട്ട് പരിശ്രമിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവത്തിൻ്റെ ഇടയന്മാർ, നേതാക്കൾ ദൈവജനത്തോടൊപ്പം നിന്നത് എന്ന് കാണാനായിട്ട് ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ മോശയായാലും ജോഷു ആയാലും നെഹമ്യ ആയാലും സ്ത്രീകളുടെ കൂട്ടത്തിൽ യൂദിത്തായാലും പ്രവാചകന്മാരെല്ലാവരും നമ്മൾ കാണുന്നത് ദൈവജനത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവരോട് ചേർന്ന് നിന്നവരാണ് എല്ലാവരും. അന്ന് എന്നെ വളരെ പ്രത്യേകമായ വിധത്തിൽ സ്പർശിച്ച 2 വേദഭാഗങ്ങൾ. ഒന്ന് 34-ാം സങ്കീർത്തനം 7-ാം വാക്യം. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവർക്ക് കാവൽ ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. സങ്കീർത്തകൻ്റെ ഈ വചനം എന്നെ വളരെ ശക്തിപ്പെടുത്തി. കർത്താവിൻ്റെ ദൂതൻ തൻ്റെ ഭക്തരുടെ ചുറ്റും പാളയമടിക്കുമെന്ന് വചനം പറയുന്നു. അത് വലിയൊരു ശക്തിയായി. രണ്ടാമത് നെഹമ്യായുടെ പുസ്തകം 6-ാം അധ്യായം. നെഹമ്യായോട് സുഹൃത്ത് പറയുന്നു, ഇന്ന് രാത്രി നിന്നെ കൊല്ലാനായിട്ട് ആളുകൾ വരും. നമുക്ക് 2 പേർക്കും ദേവാലയത്തിൽ കടന്ന് കതകടച്ച് നമ്മെ രക്ഷിക്കാം. നെഹമ്യ ചോദിക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യുമോ? എന്നെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ദേവാലയത്തിൽ കടന്ന് കതകടച്ച് എൻ്റെ ജീവനെ ഞാൻ രക്ഷിക്കുമോ? ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നതായിട്ട് ഞാൻ കാണാനിടയായി. ഇത് എന്നെ വളരെയധികം ശക്തിപ്പെടുത്തി. നമ്മുടെ അച്ഛന്മാരോടുമൊക്കെ പങ്കുവെച്ചു. ഇത് നമ്മളുടെ ശുശ്രൂഷയുടെ സമയമാണ്. നമുക്ക് ഇവരെ, നമ്മുടെ ജനങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങണം എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നു. ഫിലിപ്പിനറിയാം. ഫിലിപ്പ് തന്നെ എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് പറഞ്ഞു, പിതാവെ സൂക്ഷിക്കണം, ഇങ്ങനെയൊക്കെ പിതാവ് സ്ലമ്മിലൊക്കെ പോകുന്നു എന്ന് കേട്ടു, ആരോഗ്യം ശ്രദ്ധിക്കണം, പിതാവിനെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വലിയ സ്നേഹവും ഔദാര്യവും നമ്മളോടുള്ള കരുതലുമൊക്കെയാണത് വെളിവാക്കുക. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി വന്നാൽ, ഞാൻ ചില സമയത്തൊക്കെ പറഞ്ഞതുപോലെ കൊറോണ വന്ന് മരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെങ്കിൽ ഞാനതിന് മനസ്സായിരിക്കുന്നു എന്ന് പറയുന്ന വിധത്തിലേക്ക് പോയതുകൊണ്ടാണ് നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റിയത്. നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നമ്മുടെ ചുറ്റുമുള്ള അൽമായരും ഒക്കെ നമ്മളോട് ചേർന്ന് നിന്നു. നമുക്കറിയാം മറ്റുള്ളവരും, നമ്മുടെ മാർത്തോമായിലെ ഈ തൊട്ടടുത്തുള്ള ദേവാലയത്തിലെ വികാരിയച്ഛൻ ജയ്വർഗീസച്ചന്, നമ്മുടെ മനോരമയിലെ നമ്മുടെ ജോമി തോമസ് തുടങ്ങിയവരൊക്കെ അവർക്ക് സമയം കിട്ടുമ്പോൾ, അവർ ഫ്രീ ആകുമ്പോൾ ഒക്കെ നമ്മളുടെ ശുശ്രൂഷയിൽ വന്ന് നമ്മുടെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കാനും കിറ്റ് കൊടുക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ വന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കൊറോണയുടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ജനങ്ങളുടെ ശുശ്രൂഷകരാണ് എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോഴും എൻ്റെ ബോധ്യം. നമുക്ക് പ്രത്യേകിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെന്ന് പറയുന്ന വൈദികർക്കും സന്യസ്തർക്കും ഒരു പ്രത്യേക ഉത്തരവാദിത്വം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് വേണ്ടി, ഇപ്പം ഒരു ഡോക്ടറോ നേഴ്സോ ബൈ പ്രൊഫഷനാണ് അവർ അതിൽ ശുശ്രൂഷകരാവുക. എനിക്ക് തോന്നുന്നു ഡോക്ടറെക്കാളും നേഴ്സിനേക്കാളും ഇങ്ങനെയുള്ള മഹാമാരിയുടെ സമയത്ത് ആദ്യം ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങേണ്ടത് നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണെന്നാണ് എൻ്റെ ബോധ്യം, എൻ്റെ ചിന്ത. ആ ഒരു ചിന്തയിൽ നിന്നാണ് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. എല്ലാവരും ചേർന്ന് ആ കാര്യങ്ങൾ ചെയ്യുകയും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ സമയമായി അത് മാറുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 10 വർഷം മുമ്പ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ തുടങ്ങി വെച്ച ഈ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ രൂപതയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ഈ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുവാനായി വ്യാപിപ്പിക്കുവാൻ അഭിമന്യ പിതാവിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം രീതിയിലാണ് അത് വിപുലപ്പെടുത്തുവാൻ പിതാവിന് സാധിച്ചത്? സുവിശേഷത്തിൻ്റെ സന്തോഷം എത്തിക്കാനായിട്ട് നമ്മൾ കടന്നു ചെല്ലുന്ന മേഖലകളിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായ പ്രതിസന്ധികൾക്ക് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്.
ഉദാഹരണത്തിന് വെള്ളമില്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ അവിടെ നമുക്കൊരു കിണർ കുഴിക്കാനായിട്ട് സാധിക്കുമോ? ഒരു ബോർവെൽ കുഴിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ സാധിക്കുമോ? ടോയ്ലറ്റ് ഇല്ലാത്തടത്ത് ടോയ്ലറ്റ് പണിയാനായിട്ട് സാധിക്കുമോ? കുട്ടികൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്തടത്ത് കുട്ടികളെ പഠിക്കാനായിട്ട് നമുക്ക് അയക്കാനായിട്ട് സാധിക്കുമോ? എന്തെങ്കിലും സംവിധാനം ചെയ്യാനായിട്ട് സാധിക്കുമോ? ജോലിയില്ലാത്തവർക്ക് അവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എംപവർ ചെയ്യുന്ന വിധത്തിൽ, അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന വിധത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നമ്മുടെ കാറ്റഗിസ്റ്റും വോളണ്ടിയേഴ്സും എല്ലാം പോവുക. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഓരോ സ്ഥലത്തും നമ്മൾ കാണുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പ്രോഗ്രാം വിഭാവന ചെയ്യുക. പ്രോഗ്രാം വിഭാവന ചെയ്തിട്ട് അതെല്ലായിടത്തും എക്സിക്യൂട്ട് ചെയ്യുകയല്ല. കാരണം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം, ചിലയിടത്തെ നിസ്സഹായാവസ്ഥ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഉദാഹരണത്തിന് ബീഹാറിൽ നമ്മളൊരു ചെറിയ നഴ്സറി തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങി. കഴിഞ്ഞ ജനുവരിയിൽ, ഈ ജനുവരിയിൽ 2020 ജനുവരിയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഈ പിള്ളേരെ അവരുടെ പേരൻസിനെയൊക്കെ പിതാവൊന്ന് കണ്ടാട്ടെ. അപ്പോൾ അങ്ങനെ പിള്ളേരെ കണ്ട കൂട്ടത്തിൽ നോക്കിയപ്പോൾ ഒരു പ്രായമുള്ള കൊച്ച്, ചോദിച്ചും 13 വയസ്സ്, പക്ഷെ നമ്മുടെ നഴ്സറി പഠിക്കുന്ന കൊച്ചാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം 13 വയസ്സുള്ള കൊച്ചും 3 വയസ്സുള്ള കൊച്ചും ഒന്നിച്ച് നമ്മുടെ നഴ്സറി സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തൊരു ഇടപാടാണ്, ഇതിങ്ങനെ നടക്കുമോ, അങ്ങനെ എങ്ങനെയാണ് പറ്റുന്നത്? അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ബിഷപ്ജി അവൾ 8ാം ക്ലാസ്സിൽ അവിടെ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്നത്, ഇതുവരെ എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഒന്നുമല്ലേ നമ്മുടെ ഈ സ്കൂളിൽ വന്ന് എഴുതാനും വായിക്കാനും പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവരെ കൊണ്ടുവിട്ടതാണ്. പിന്നീട് നമ്മൾ ഉടനെ ഒന്നിച്ചിരുന്ന് ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള പ്രായമുള്ള കുട്ടികളെ മാറ്റി അവർക്ക് വേണ്ടി ഒരു സെക്ഷൻ ആരംഭിച്ചിട്ട് നമ്മുടെ നഴ്സറി, നേരത്തെ പറഞ്ഞ ആ നഴ്സറിയുടെ ആ ലെവലിലേക്ക് ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെയും സാഹചര്യം അനുസരിച്ച് നമ്മൾ നമ്മുടേതായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ബേക്കറി തുടങ്ങാനായിട്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഒറീസായി നമ്മൾ സ്കൂളും ബോർഡിങ്ങും സ്ഥാപിച്ചു. അരുണാചലിൽ നമ്മൾ നമ്മുടെ മിഷനോട് ചേർന്ന് അവിടുത്തെ മിഷനിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ബോർഡിങ് സ്ഥാപിച്ചു. അവിടെ നമുക്കറിയാം, ഞാൻ തന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മൾ കുട്ടികളെ കണ്ടുമുട്ടി, പെൺകുട്ടികളെ കണ്ടുമുട്ടി, കൊച്ചുകുട്ടികൾ, ഒരു 10, 12, 14 വയസ്സുള്ള കുട്ടികൾ. അപ്പം ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്തിട്ട് അവർ ഗ്രീറ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കര സംശയം തോന്നി. നമ്മുടെ നാട്ടിലെ കുട്ടികൾ എത്ര പാവങ്ങളാണെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ വേഷത്തിലൊക്കെ ആണെങ്കിൽ, അവർ കൗതുകത്തോടെയെങ്കിലും നോക്കുകയും ഗ്രീറ്റ് ചെയ്യുകയും ചെയ്യും. മറിച്ച് അവർ നമ്മളെ പ്രതിവാക്യം പറയും, നമ്മൾ പറയുന്നതിന് പറയുകയും അല്ലെങ്കിൽ നമ്മളെ ഗ്രീറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇത് കാണാതെ വന്നപ്പോൾ ഞാൻ അച്ഛന്മാരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ കുട്ടികളെല്ലാം നേപ്പാളിൽ നിന്നും ആ പ്രദേശത്തെ ബോർഡറുകളിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടികളാണ്. അതാത് വീടുകളിൽ അവർ ചോദിച്ചു. വൈകിട്ട് അവർ ഈ വീട്ടിലെ ഇടയന്മാർ, അപ്പന്മാരൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാനുമൊക്കെ ആയിട്ട് പോകുന്ന 1 മണിക്കൂറാണ് ഇവർക്കൊരു സോഷ്യലൈസേഷൻ ഒന്നിച്ചു വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരു കുട്ടി അന്ന് ആ വീട്ടിൽ നിന്ന് കിട്ടിയ അടിയുടെ പാട് അവൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്നത്. അപ്പോൾ ആ നാണത്തിലാണ്, അത് ഞാൻ കണ്ടല്ലോ എന്നുള്ള വിചാരത്തിലാണ് അവരെന്നെ ഗ്രീറ്റ് ചെയ്യാതിരുന്നത്. അപ്പം നമ്മൾ രഹസ്യത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കഴിയുന്നത്ര സേവ് ചെയ്ത്, റെസ്ക്യൂ ചെയ്ത് നമ്മളുടെ ബോർഡിങ്ങിലോ മറ്റെവിടെയെങ്കിലും ആക്കി അവരെ പഠിപ്പിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പൊതുവായിട്ട് പറയാൻ പോലും പറ്റാത്ത വലിയ രഹസ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്, ആ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അവിടുത്തെ മക്കൾക്ക് പ്രയോജനകരമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവരെ എംപവർ ചെയ്യുന്നുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് പ്രചോദനം ചെയ്യുക. ഈ കോവിഡ് കാലയളവിൽ നമ്മൾ ഈ ഡൽഹി ചെയ്തതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരുന്ന നിർദ്ദേശം ഇതാണ്: നമ്മളുടെ ബന്ധത്തിലോ നമുക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മയിലോ നമ്മുടെ മിഷനിലോ നമ്മുടെ പരിചയത്തിലോ ഉള്ള ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ രോഗികളായി കിടക്കാൻ, മരുന്ന് കിട്ടാതെ അലയാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും കാറ്റഗിസ്റ്റും ഒക്കെ വളരെ ജാഗ്രതയോടുകൂടി എല്ലായിടത്തും പ്രവർത്തിച്ചതുകൊണ്ട് ഡൽഹിയിൽ നടന്നതുപോലുള്ള വിശാലമായ ഭക്ഷണ കിറ്റ്
ഭക്ഷണ പൊതി വിതരണം നടന്നിട്ടില്ലെങ്കിലും ഭക്ഷണ കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളുടെ സാന്നിധ്യമുള്ള 15 സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രചോദനയുടെ ഇപ്രകാരമുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പ്രത്യേകത നമ്മെ വളരെയധികം സഹായിക്കുന്നുണ്ട്, നമ്മുടെ ജനങ്ങളെ സഹായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേ നമുക്കിതിൻ്റെയൊക്കെ ഇഫക്റ്റ് അളക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും ഏറെ കാര്യങ്ങൾ പിതാവിനോട് ചോദിച്ച് മനസ്സിലാക്കുവാനും പ്രേക്ഷകരോട് പങ്കുവെക്കാനുമുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് പിതാവിൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് പങ്കുവയ്ക്കാം. ഇതുവരെ പ്രേക്ഷകരോട് തൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് പങ്കുവച്ച അഭിമന്യ ഡോക്ടർ ജേക്കബ് മാർ ബർണാബാസ് പിതാവിന് മലങ്കര കാത്തലിക് ടിവിയുടെ പേരിൽ പ്രത്യേകം നന്ദി.